ഇന്ന് ചരിത്രപരമായ ഒരു നിർണായകമായ ഒരു ദിവസമാണ് നിയമസഭയെ സംബന്ധിച്ച്. ഏക കിടപ്പാടം ജപ്തി ചെയ്യാതിരിക്കാനുള്ള ബില്ലടക്കം അവതരിപ്പിക്കുന്ന ദിവസമായിരുന്നു. ആ ദിവസമാണ് വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇന്ന് നിയമസഭ തുടങ്ങിയപ്പോൾ മുതൽ പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ? ആ തിരക്കഥ എന്തായിരുന്നു? തീർച്ചയായും സിജു, കാരണം പൂർണ്ണമായും തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ സഭയിലേക്ക് എത്തിയ പ്രതിപക്ഷത്തെ തന്നെയാണ് ഇന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം സാധാരണ രീതിയിൽ ഒരു വിഷയം സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അത് അടിയന്തര പ്രമേയമായി നോട്ടീസായി നൽകുകയാണ് പതിവ്. അല്ലാത്ത പക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ കഴിയാത്ത വിഷയമാണെങ്കിൽ സബ്മിഷനായി കൊണ്ടുവരിക, അതിന് ഉള്ള നോട്ടീസ് നൽകുക, അങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് തീർത്തും വ്യത്യസ്തമായി ഇത്തരത്തിൽ നോട്ടീസ് ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രതിഷേധം ആരംഭിച്ചു. എന്തിനാണ് ഏതിനാണ് പ്രതിഷേധം എന്നുള്ളതാണ്. കാരണം ഈ വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അവർക്ക് ഉന്നയിക്കേണ്ടതെങ്കിൽ അവർക്ക് ഉന്നയിക്കാനുള്ള ഫ്ലോറ് നിയമസഭയിലുണ്ട്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ അവർ കൃത്യമായ രീതിയിൽ ഒരു ഇതിലൂടെ പ്രതിഷേധം മാത്രം ഉയർത്തുക എന്നുള്ളൊരു തീരുമാനമാണ് പ്രതിപക്ഷം കൈക്കൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം വലിയ ബാനറുകൾ ഉണ്ടായിരുന്നു, വലിയ ബാനർ പ്ലക്കാർഡുകൾ ഒക്കെ ആയിട്ടാണ് സഭ ആരംഭിച്ചപ്പോൾ ചോദ്യോത്തരവേളയിൽ തന്നെ എത്തിയത്. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധം ആരംഭിക്കുന്നു. അവർ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ എത്തി നിൽക്കുന്ന പ്രതിഷേധം സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തുന്നു, പ്ലക്കാർഡുകൾ ഉയർത്തുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു കോലാഹലമാണ് സഭയ്ക്കുള്ളിൽ അവർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്നാണ് സഭ താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് സഭ പുനരാരംഭിക്കുന്നത്. അപ്പോഴും സമാനമായ നിലയിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മന്ത്രി എം പി രാജേഷ് ചോദിക്കുകയും ചെയ്തു, ഈ സഭ എന്ന് പറയുന്നത് 15ാം കേരള നിയമസഭ എന്ന് പറയുന്നത് 17 അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത ഫ്ലോറാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചുകൂടായിരുന്നു? ഒരു നോട്ടീസ് പോലും നൽകാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ സബ്മിഷനായി നൽകാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നു. കാരണം ഈ വിഷയങ്ങളെല്ലാം തുറന്ന മനസ്സാണ് സർക്കാരിനുള്ളത്. ഈ വിഷയങ്ങളിൽ ഏത് വിഷയത്തിലാണെങ്കിലും അതുകൊണ്ടാണ് സർക്കാർ 17 വിഷയങ്ങൾ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തത്. ഈ വിഷയവും ചർച്ചയ്ക്കെടുക്കുമോ എന്നുള്ള നിങ്ങളുടെ പേടിയാണ്, ഈ വിഷയത്തിലെ വസ്തുതകൾ പുറത്തു വരുമോ എന്നുള്ള പേടിയാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് അതിൽ നിന്നും ഒളിച്ചോടുന്ന സമീപനം പ്രതിപക്ഷം സ്വീകരിച്ചത് എന്നുള്ള കാര്യം മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സ്പീക്കർ ആവർത്തിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ ഏത് ഗ്രൗണ്ടിലാണ് ഈ വിഷയം നിയമസഭ ചർച്ച ചെയ്യുക? നിങ്ങളൊരു നോട്ടീസെങ്കിലും നൽകിയിട്ടുണ്ടോ? ഇക്കാര്യം പ്രതിപക്ഷത്തോട് ആവർത്തിച്ച് സ്പീക്കർ തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. അതിനാൽ സഭയ്ക്കുണ്ടാകുന്ന നഷ്ടം, ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചോദ്യോത്തരവേള, ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതും മന്ത്രിമാർ നേരിട്ട് മറുപടി നൽകുന്നതുമായിട്ടുള്ള ചോദ്യോത്തരവേള പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ നിർണായകമായിട്ടുള്ള ഉപധനാഭ്യർത്ഥന ചർച്ച, ബജറ്റിന്മേലുള്ള ഉപധനാഭ്യർത്ഥന ചർച്ച, അതിപ്പോൾ ചർച്ച കൂടാതെ പാസ്സാക്കേണ്ട സാഹചര്യം വരുന്നു. നിർണായകമായിട്ടുള്ള 6 ബില്ലുകൾ, സർവകലാശാല ബില്ല് ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള 6 ബില്ലുകൾ, ആ ബില്ലിന്മേലും ഇന്നിപ്പോൾ ചർച്ച നടക്കാതെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഏതായാലും ശ്രദ്ധ ക്ഷണിക്കൽ പൂർത്തിയാക്കി സബ്മിഷനുകൾ, അതിനുള്ള മറുപടി മന്ത്രിമാർ ടേബിൾ ചെയ്തിട്ടുള്ളൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ അതിന്റെ അടുത്ത നടപടി എന്ന രീതിയിൽ റിപ്പോർട്ട് സമർപ്പണത്തിലേക്ക് സഭ കടന്നിരിക്കുകയാണ്. ശരി, ഷീജയാണ് നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.